അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരുപാട് പേർ ഇന്ന് വിഷമം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് വീട്. വീടില്ലാതെ വിഷമിക്കുന്നവർ, അതുപോലെ വാടക വീട്ടിൽ താമസിക്കുന്നവർ, വാടക പോലും കൊടുക്കാൻ കഴിയാതെ വിഷമിക്കുന്നവർ, വീട് പണി ആരംഭിച്ചിട്ട് അത് പൂർത്തിയാക്കാതെ വിഷമിക്കുന്നവർ, അതുപോലെ സ്വന്തമായി വീട് വെക്കാൻ സ്ഥലം പോലും ഇല്ലാതെ വിഷമിക്കുന്നവർ, ഇങ്ങനെ സങ്കടം അനുഭവിക്കുന്നവർ ധാരാളമുണ്ട്. വീടില്ലാത്ത ഒരു അവസ്ഥ, അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ വിഷമം മനസ്സിലാകൂ. ഇതിനെല്ലാമുള്ള ഒരു പരിഹാരമാണ് ഇന്ന് പറയുന്നത്. നമുക്ക് അള്ളാഹുവിൻ്റെ മുന്നിൽ കൈ ഉയർത്തി ഈ 4 ദിക്റുകൾ ചൊല്ലി ദുആ ചെയ്യാം. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ബർക്കത്തുള്ള സമാധാനമുള്ള ഒരു വീട് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് പേർ വീടും നാടും വിട്ട് വിദേശത്ത് പോയി കഷ്ടപ്പെടുന്നത് സ്വന്തമായി നല്ലൊരു വീട് എന്ന സ്വപ്നം പൂവണിയാനാണ്. ചൂടും തണുപ്പും അവർ വകവെക്കാറില്ല. എല്ലാ വിഷമങ്ങളും മനസ്സിലടക്കി ആരോരും കൂടെയില്ലാതെ അവരുടെ യൗവനകാല ജീവിതം അവിടെ തീരുകയാണ്. വീട് എന്ന വലിയൊരു സ്വപ്നം പൂവണിയാൻ ചെല്ലേണ്ട ദിക്റുകളാണ് പറയാൻ പോകുന്നത്. അള്ളാഹുവിൻ്റെ നാമമായ അസ്മാഉൽ ഹുസ്നയിലെ 99 നാമങ്ങളിൽപ്പെട്ട 4 ദിക്റുകളാണ് ഇന്ന് പറയുന്നത്. യാ ജാമിഉ യാ അല്ലാഹ് എന്ന ഒരു ദിക്റ്. ഒരുമിച്ച് കൂട്ടുന്നവൻ, സമ്മേളിപ്പിക്കുന്നവൻ എന്നൊക്കെയാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം. സുബഹി നിസ്കാര ശേഷമാണ് ചൊല്ലേണ്ടത്. 114 തവണ അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഈ ദിക്റ് ചൊല്ലുക. വേറൊരു ദിക്റാണ് യാ ഫത്താഹു യാ അല്ലാഹ്. ഈ ഇസ്മിൻ്റെ അർത്ഥം വിജയം നൽകുന്നവൻ എന്നാണ്. സുബഹി നിസ്കാര ശേഷമാണ് ചൊല്ലേണ്ടത്. ഈ ഇസ്മ ചൊല്ലുമ്പോൾ വലതുകൈ നെഞ്ചിൻ്റെ ഭാഗത്ത് വെച്ച് 71 തവണയാണ് ചൊല്ലേണ്ടത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അടഞ്ഞു കിടക്കുന്ന എല്ലാ വാതിലുകളും തുറക്കപ്പെടും, തടസ്സങ്ങൾ മാറും. ഈ ഇസ്മ ചൊല്ലിയാൽ ധാരാളം മഹത്വങ്ങൾ ലഭിക്കുന്ന ഒരു ഇസ്മാണ് ഇത്. സുബഹി നിസ്കാര ശേഷം ചൊല്ലേണ്ട വേറൊരു ഇസ്മാണ് യാ മാലിക്കൽ മുൽക്കി യാ അല്ലാഹ് എന്ന ഇസ്മ. രാജാതിരാജൻ എന്ന ആണ് ഈ ഇസ്മിൻ്റെ അർത്ഥം. ഇത് 121 പ്രാവശ്യമാണ് ചൊല്ലേണ്ടത്. അപ്പോൾ എല്ലാ ദിവസവും സുബഹി നിസ്കാര ശേഷം യാ ജാമിഉ യാ അല്ലാഹ് എന്ന ഇസ്മ 114 പ്രാവശ്യവും, യാ ഫത്താഹു യാ അല്ലാഹ് എന്ന ഇസ്മ 71 പ്രാവശ്യവും, യാ മാലിക്കുൽ മുൽക്കി യാ അല്ലാഹ് എന്ന ഇസ്മ 212 തവണയും ചൊല്ലുക. പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും ജുമുഅക്ക് ശേഷം 100 തവണ യാ ലാറു യാ അല്ലാഹ് എന്ന അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഈ ഇസ്മ 100 തവണ ചൊല്ലുക. യാ ലാറു യാ അല്ലാഹ് എന്നാൽ പ്രയാസം നൽകുന്നവൻ എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. ഈ ദിക്റുകളെല്ലാം ഇതിൽ യാ ഫത്താഹു യാ അല്ലാഹ് എന്ന ഇസ്മും, യാ ജാമിഉ യാ അല്ലാഹ് എന്ന ഇസ്മും, യാ മാലിക്കൽ മുൽക്ക് എന്ന ഇസ്മും എല്ലാ സുബഹി നിസ്കാര ശേഷവും ചൊല്ലുക. യാ ലാറു യാ അല്ലാഹ് എന്ന ഇസ്മ വെള്ളിയാഴ്ച ജുമുഅക്ക് ശേഷവും ചൊല്ലുക. ഈ ദിക്റുകൾ ചൊല്ലി ആത്മാർത്ഥമായി ദുആ ചെയ്യുക. നല്ല വിശ്വാസം അത് നമ്മുടെ മനസ്സിൽ വേണം. അസ്മാഉൽ ഹുസ്നയിലെ നാമങ്ങൾ കേവലം അള്ളാഹുവിൻ്റെ നാമങ്ങൾ മാത്രമല്ല, അവൻ്റെ സിഫത്തുകൾ കൂടിയാണ്. ഇതിൽ ഒരുപാട് പ്രത്യേകതകൾ, മഹത്വങ്ങളുണ്ട്. നമ്മൾ ഇത് ചൊല്ലി ആത്മാർത്ഥമായി ദുആ ചെയ്താൽ ഉത്തരം ഉറപ്പാണ്. നമ്മുടെ വിശ്വാസം അത് എത്രത്തോളമുണ്ടോ അത്രത്തോളം നമുക്ക് അതിൻ്റെ ഫലം ലഭിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ. അതുപോലെ വീടില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ ഈ ദിക്റുകൾ ചൊല്ലാനും വീട് എന്ന സ്വപ്ന ഭാഗ്യം കൈവരിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.